പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രമുഖ നടിയും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. വലിയ പിന്തുണയാണ് ജനങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ചത്. അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം രൂപീകരിക്കപ്പെട്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയിലെ സ്ഥാപക അംഗം ആയതിനു ശേഷം ആ സംഘടനയുമായി പിന്നീട് ബന്ധം വിച്ഛേദിക്കുകയും ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തപ്പോൾ ആ ഹേമ കമ്മിറ്റിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമാ രംഗത്ത് ഒരു വനിതകൾക്കെതിരെ ഒരു പീഡനവും അല്ലെങ്കിൽ ഒരു ലൈംഗിക പീഡനവും നടക്കുന്നില്ല എന്നും സിനിമാ രംഗത്ത് വനിതകൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീഡനം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് താൻ കേട്ടിട്ടേയില്ല എന്നുമുള്ള ആ മൊഴി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ മൊഴിയെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി പറഞ്ഞത് ഇറ്റ് ഈസ് ഫാർ ഫ്രം ട്രൂത്ത് എന്നാണ്. ഫാർ ഫ്രം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ കണിക പോലും അതിലില്ല എന്നാണ്. എന്ന് മാത്രമല്ല അവരുടെ മൊഴിക്ക് യാതൊരു മൂല്യവും തങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നും ഹേമ കമ്മിറ്റി പറയുകയുണ്ടായി. ഞാനതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഈ സിനിമാ രംഗത്ത് പീഡനം അനുഭവിക്കുന്ന മുഴുവൻ ലൈംഗിക പീഡനം അനുഭവിച്ച വനിതകളെ മുഴുവൻ ഒറ്റിക്കൊടുക്കുകയാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഈ നടി ചെയ്തത് എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അവർ മൊഴിമാറ്റം നടത്തിയതിലൂടെ എന്ന് ഞാൻ പറയുമ്പോൾ അവർ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപക അംഗമായി നിന്ന ഒരു നടിയാണ്. 2017 കേരളത്തിലെ പ്രമുഖ നടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുണ്ടായ സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഘടന ഉണ്ടായത്. ആ സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് സംസ്ഥാന സർക്കാർ ടീം ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ സിനിമാ രംഗത്തൊരു പീഡനവും ലൈംഗിക പീഡനവും നടക്കുന്നില്ല എന്നുള്ള മൊഴി ഇവർ കൊടുക്കാനിടയായ സാഹചര്യം എന്താണെന്നും ആ കൊടുത്തതുകൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്താണെന്നും വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഈ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിൻ്റെ വിചാരണ സമയത്ത് ആ നടിക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയാണ് മഞ്ജു വാര്യർ കീഴ്ക്കോടതിയിൽ കൊടുത്തത്. അതൊന്നല്ല 2 തവണ കൊടുത്തു എന്നുള്ളത് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ നടിയാണ്, അതായത് സിനിമാ രംഗത്ത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം അനുഭവിക്കപ്പെട്ട ആ കേസിൽ ഇരയ്ക്ക് അനുകൂലമായി കീഴ്ക്കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള മഞ്ജു വാര്യരാണ് പിന്നീട് സിനിമാ രംഗത്ത് ഒരു ലൈംഗിക പീഡനവും നടക്കുന്നതായി താൻ കേട്ടിട്ടേയില്ല എന്ന് ആവർത്തിച്ച് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സുഹൃത്തെ, ഞാൻ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മഞ്ജു വാര്യർ അതുകൊണ്ട് പിന്നീട് സിനിമാ രംഗത്ത് നേടിയത്. ഇതാണ് ഞാൻ കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ വലിയൊരു നടിയാണ്. ആ കാര്യത്തിൽ നമ്മൾ സംശയമൊന്നുമില്ല. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 1995 അവർ ആദ്യ സിനിമയിലേക്ക് വരുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ അവർ അഭിനയിച്ച നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒട്ടേറെ സിനിമകളുണ്ട്. സല്ലാപം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയുണ്ട്, കളിവീട് എന്ന് പറയുന്ന സിനിമ, ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമ, പിന്നെ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറയുന്ന സിനിമ, കളിയാട്ടം, ആറാം തമ്പുരാൻ, കന്മദം, അതുപോലെ തന്നെ സമ്മർ ഇൻ ബദലഹേം എന്ന് പറഞ്ഞ സിനിമ. അവസാനം 1999 അവരിടക്കാലത്തേക്ക് അഭിനയം നിർത്തുന്നതിന് മുമ്പ് അഭിനയിച്ച 2 സിനിമകൾ, ഒന്ന് പത്രം എന്ന് പറയുന്ന സിനിമയും 2 കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന് പറയുന്ന സിനിമയും ഒരു കാലത്തും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു സിനിമയാണ്. തിലകൻ എന്ന് പറഞ്ഞ നടനുമായിട്ടാണ് ആ സിനിമയിൽ മഞ്ജു വാര്യർ അന്ന് അഭിനയിച്ചത്. അതൊരു വിധി വൈപരീതം എന്ന് പറയാവുന്നതുപോലെ സിനിമാ രംഗത്തെ ഈ പുരുഷ കേസരികൾക്കെതിരെ പ്രൗഢോജ്വലമായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ള തിലകനുമായിട്ട് ആണ് മഞ്ജു വാര്യർ ആ സിനിമയിൽ അഭിനയിച്ചത്. ആ മഞ്ജു വാര്യർ തന്നെയാണ് സിനിമയിൽ ഒരു പീഡനമില്ല എന്ന് പിന്നീട് പറഞ്ഞത്. അത് വലിയൊരു ഐറണിയായിട്ട് നമുക്ക് തോന്നും. എന്തായാലും 1995-നും 1999-നും ഇടയ്ക്കൊരു 10-18 സിനിമയിൽ അവർ അഭിനയിച്ചു. അതിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒട്ടേറെ സിനിമകളുണ്ട്. എന്നാൽ പിന്നീട് അവർ സിനിമാ രംഗത്തുനിന്ന് അപ്രത്യക്ഷയായി. അത് ദിലീപുമായിട്ടുള്ള വിവാഹത്തെ തുടർന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 2014 വരെ അവർ സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നില്ല. 2014 അവർ തിരിച്ചു വന്നു. ആദ്യം ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ
പിന്നെ രണ്ട് മൂന്ന് സിനിമകൾ വീതമൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവർ. 2017 ഈ പ്രമുഖ നടി ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നത്. കേരളത്തിൽ 2017 നമ്മുടെ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ച ആ സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളെ, അതിനെ തുടർന്നിട്ടാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത്, ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതിനെ തുടർന്നിട്ട് ആ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞ നടി ഈ മഞ്ജു വാര്യരായിരുന്നു. പരസ്യമായി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് ഈ നടിയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഉണ്ടായി. അവരെ പിന്നെ അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഹേമയുടെ കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തപ്പോഴാണ് മഞ്ജു വാര്യർ തൻ്റെ നിലപാട് അങ്ങ് മാറ്റി അങ്ങ് മലക്കം മറിഞ്ഞത്. ആ മലക്കം മറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആ മലക്കം മറച്ചിലുകൾ കൊണ്ട് ഇവക്കെന്ത് നേടാൻ കഴിഞ്ഞു എന്ന് ഒന്ന് പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ 2017 ശേഷം ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടനയുണ്ടാക്കിയ വേറെ പല സിനിമാ നടിമാരുണ്ട്. ആ സിനിമാ നടിമാരുടെ എല്ലാം പിന്നെ അധോഗതിയായിരുന്നു അവർക്കെല്ലാം പിന്നീട് അധോഗതിയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് റീമ കല്ലിങ്കൽ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ആ നടി വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടകയാണ്, ഒരു സ്ഥാപകാംഗമാണ്. അവരെ 2018 2023 ഇടയിൽ അവർ ഏതാണ്ട് 3-4 സിനിമയിലാണ് അവർ അഭിനയിച്ചതായിട്ട് കാണുന്നത്. അവർ പിന്നെ 2019 വൈറസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. അതിൽ പക്ഷേ അവർ നിർമ്മാതാവായിരുന്നു. 2023 അവർ നീലവെളിച്ചം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു, അതിൽ നിർമ്മാതാവായിരുന്നു. അങ്ങനെ 2018 2023 ഇടയിൽ അവരാകെ 2-3-4 സിനിമയിലാണ് പിന്നീട് അഭിനയിച്ചതായിട്ട് കാണുന്നത്. അതായത് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിൽ സജീവ അംഗമായിരുന്ന റീമ കല്ലിങ്കലിന് പിന്നെ സിനിമകൾ അധികമൊന്നും കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അതിനകത്തെ സ്ഥാപകാംഗമായിട്ടുള്ള മറ്റൊരു നടിയായിരുന്നു രമ്യ നമ്പീശൻ. ആ രമ്യ നമ്പീശൻ 2018 2023 ഇടയിൽ 16 സിനിമകളിൽ അഭിനയിച്ചതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് സിനിമകൾ കൂടുതൽ കിട്ടിയെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ആ 14 സിനിമയിൽ ഏതാണ്ട് ഒരു 10-11 സിനിമകളും തമിഴ് സിനിമകളായിരുന്നു എന്നുള്ളതാണ്. തമിഴ് സിനിമകളിലാണ് അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കും ഈ 2018 2023 ഇടയിൽ ഏതാണ്ട് 4-5 സിനിമകളിൽ മാത്രമേ അഭിനയിക്കാൻ കഴിഞ്ഞുള്ളൂ. അവരും തള്ളപ്പെട്ടു പോയി. പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട്. അവർ 8-10 സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ആ സിനിമകളിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് പുഴു എന്നുള്ളതും ഉള്ളെഴുത്ത് എന്നുള്ള 2 സിനിമകളാണ്. ബാക്കിയൊക്കെ ഈ പറഞ്ഞതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള സിനിമകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ സ്ഥാപകാംഗങ്ങളായിരുന്ന പ്രധാനപ്പെട്ട പല നടിമാർക്കും പിന്നീട് അവസരങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ സജിത മഠത്തിൽ എന്ന് പറഞ്ഞൊരു വനിതാ നടിയുണ്ടായിരുന്നു. അവരൊന്നും കാര്യമായ നടികളന്മാരല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അഞ്ജലി മേനോൻ, ആഷ അച്ചി ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടിമാരുണ്ട്. അവരെക്കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായും പറയുന്നില്ല. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ടത് റീമ കല്ലിങ്കലും ഈ പാർവതി തിരുവോത്തും ഈ രമ്യ നമ്പീശനുമായിരുന്നു. അവർക്ക് ഈ 2018 ശേഷം കാര്യമായിട്ടുള്ള അഭിനയത്തിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രമ്യ നമ്പീശൻ തമിഴിൽ കുറച്ച് സിനിമകൾ അഭിനയിച്ചുകൊണ്ട് അവർക്ക് അത്യാവശ്യം അവർ ജീവിച്ചു പോയി. പിന്നെ വേറെ 2 പേര് അതിനകത്തുണ്ടായിരുന്ന സ്ഥാപകാംഗങ്ങൾ. അവർ 2 പേരും വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ വഞ്ചിച്ചിട്ട് അവർ പോയി. അതിലൊന്ന് വിധു വിൻസെൻ്റ്. അവർ ഇതിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വലിയ പുരോഗമനകാരിയായിട്ടുള്ള ഒരു നടീ സംവിധായകരായിരുന്നു. അവരവരുടെ വഴിക്ക് പോയി. അവർ വേറെ മറുഭാഗത്ത് ചേർന്നു. അതുപോലെ തന്നെ സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു നടി ഉണ്ടായിരുന്നു. അവരും ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ കളം മാറി അവർ ചവിട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു പൊതു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചതിനെ തുടർന്ന് അതിനകത്ത് സജീവ സാന്നിധ്യമായിരുന്ന വനിതകൾക്കൊന്നും നടിമാർക്കൊന്നും പിന്നെ വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനും വ്യത്യസ്തമായി ആദ്യം വിമൻ ഇൻ സിനിമ കളക്റ്റീവിനോടൊപ്പം നിൽക്കുകയും പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുകയും സിനിമയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് സിനിമാ രംഗത്ത് സ്ത്രീ പീഡനം എന്നുള്ളത് താൻ കേട്ടിട്ടേയില്ല എന്ന്, അങ്ങനെ ഒരു സംഭവമേ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് പച്ചക്കള്ളവും നട്ടാൽ കുറിക്കാത്ത നുണയും പറഞ്ഞ് ഈ സിനിമയിലെ ലൈംഗിക പീഡനത്തിനും മറ്റെല്ലാത്തരം വൃത്തികേടുകൾക്കും ഉപരോധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറുവിരലിൽ എണ്ണാവുന്ന
സൂപ്പർ സ്റ്റാറുകളുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്ത മഞ്ജു വാര്യർ ഈ 2017 കഴിഞ്ഞപ്പോൾ എന്തു നേടി എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് ഇതിനൊപ്പം നിന്നവരെ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റീമ കല്ലിങ്ങലിൻ്റെ കാര്യം പറഞ്ഞു, പാർവതി തിരുവോത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ രമ്യ നമ്പീശൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇനി നിലപാട് മാറ്റിയതുകൊണ്ട് പീഡകർക്കൊപ്പം നിന്ന് ഇരകൾക്ക് എതിരായി നിലപാടെടുത്ത മഞ്ജു വാര്യർ ഈ 2018 ശേഷം എന്തു നേടി, ഇതാണ് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കാം. നോക്കുമ്പോൾ എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ, 13 സിനിമകളിൽ അവരിതിനിടയിൽ അഭിനയിച്ചു. 14ാമത്തെ സിനിമ ഷൂട്ടിങ്ങിലാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ആ 2018 2024 ഇടയ്ക്ക് അവർ 13 സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സിനിമയിൽ ഷൂട്ടിംഗ് നടത്തുകയും ചെയ്തു. അതിൽ മോഹൻലാലുമായി ചേർന്ന് അവർ 3 സിനിമയിൽ അഭിനയിച്ചു. അതിലൊന്ന് ഒടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്, 2 ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്, 3 മരിക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന 3 സിനിമകൾ ഉൾപ്പെടെ 13 സിനിമകളിൽ അവർ അഭിനയിച്ചു. 4ാമത്തെ സിനിമ എന്ന് പറയുന്നത് ലൂസിഫറിൻ്റെ തുടർച്ചയായിട്ടുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിലും അവർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 13-14 സിനിമകളിൽ അവർ അഭിനയിച്ചു. അതിൽ തന്നെ മോഹൻലാലുമായി 3 സിനിമയിൽ അഭിനയിച്ചു. ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. 4 മോഹൻലാലിനെ കുറിച്ചുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സിനിമയിലും ഈ മഞ്ജു വാര്യർ അഭിനയിച്ചു. അപ്പോൾ ഇരകൾക്കെതിരായി പീഡകർക്കൊപ്പം നിന്ന മഞ്ജു വാര്യർക്ക് സിനിമയിൽ പിന്നീടും ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടി എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതിനാണ് ഞാൻ ആ എണ്ണം പറഞ്ഞത്. മറ്റേ അഭിനയിച്ച സിനിമകളുടെ പേരുകൾ ഞാൻ പറഞ്ഞില്ല. ആമി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പിന്നെ പ്രതി ഭുവൻകോഴി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ദ പ്രീസ്റ്റ്, ചതുർമുഖം, അങ്ങനെ പല പല സിനിമയുണ്ട്. ഞാൻ എന്തായാലും അവർക്ക് ഹാൻഡ്സ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഈ നിലപാട് മാറ്റിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഞാൻ അവരുടെ ആസ്തി എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 140 കോടി രൂപയുടെ ആസ്തി അവർക്കുണ്ട് എന്നാണ് എനിക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഡിക്ലെയർഡ് ആസ്തിയാണ്. അതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു നടിയാണ് ഇന്ന് മഞ്ജു വാര്യർ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറുള്ള നടിമാരൊക്കെ ചെറുകിട നടികളാണ്. 2-3 സിനിമകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അഭിനയിക്കുന്ന നടികളാണ്. പേരുകൾ പോലും നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള നടികൾ ഒരു ഭാഗത്തുള്ളപ്പോൾ ഈ സിനിമാ മേഖലയിലെ നരാധമന്മാരായിട്ടുള്ള സിനിമാ നടന്മാർക്ക് അനുകൂലമായി നിലപാട് മാറ്റിയ മഞ്ജു വാര്യർ ആണ് സിനിമാ രംഗത്തെ വനിതകൾക്കിടയിലുള്ള ഏക കോടീശ്വരി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സിനിമയിൽ മാത്രമല്ല, പരസ്യരംഗത്തും 1ാം സ്ഥാനത്ത് അവരാണ് നിൽക്കുന്നത്. പരസ്യത്തിൻ്റെ രംഗത്ത് വേറെ വനിതകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നിട്ടും പരസ്യരംഗത്ത് അവരാണ് 1ാം സ്ഥാനം. കല്യാൺ ജ്വല്ലറി, അതുപോലെ കിച്ചൺ ട്രഷേഴ്സ്, അതുപോലെ MG എന്നൊക്കെ പറയുന്ന ഒരുപാട് പരസ്യ സ്ഥാപനങ്ങളിൽ അവർ പിന്നെ ബ്രാൻഡ് അംബാസിഡറാണ് അവർ. അവർക്ക് ഓരോ പരസ്യത്തിനും ഏതാണ്ട് 75 മുതൽ 1 കോടി രൂപ വരെയാണ് കിട്ടുന്നത് എന്നാണ് ഗൂഗിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. സുഹൃത്തുക്കളെ, ഇതാണ് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുന്നത്. പുറംചൊറിയ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെയ്തത് എന്താ? സിനിമാ രംഗത്തെ ഈ നരാധമന്മാരായിട്ടുള്ള വിരലിലെണ്ണാവുന്ന വലിയ നടന്മാർക്ക് അനുകൂലമായി സിനിമാ രംഗത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതേയില്ല, അങ്ങനൊരു സംഭവമേ താൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ മഞ്ജു വാര്യരെ തേടി ഒരുപാട് അവസരങ്ങൾ അതിനുശേഷം വന്നു എന്നതിൻ്റെ കണക്കുകളാണ്, കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അവർ നല്ല നടിയല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ കഴിവുള്ളൊരു നടിയൊക്കെ തന്നെയാണ്. പക്ഷേ കഴിവുള്ള നടിയാണ് പാർവതി തിരുവോത്ത്, കഴിവുള്ള നടിയാണ്. രമ്യ നമ്പീശൻ കഴിവുള്ള നടിയാണ്. റീമ കല്ലിങ്കൽ കഴിവുള്ള നടിയാണ്. പക്ഷേ ആ നടികൾക്കാർക്കൊന്നും അവസരങ്ങളില്ലാതെ പോയി. അവരുടെ ഉള്ള അവസരവും കൂടി നഷ്ടപ്പെട്ടപ്പോൾ മഞ്ജു വാര്യർക്ക് 40-45 വയസ്സിനടുത്ത് പ്രായമായെങ്കിലും സിനിമയുടെ രംഗത്തും പരസ്യത്തിൻ്റെ രംഗത്തും അവർ ഒരുപാട് നേടി. ആ നേടിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ നടത്തിയൊരു ചെറിയ മൊഴിമാറ്റമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ മൊഴിമാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പീഡനവും സിനിമാ രംഗത്തില്ല എന്നവർ പറഞ്ഞു. സിനിമാ രംഗത്ത് പീഡനം ഉണ്ടെന്ന് പറഞ്ഞ നടിമാർ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സിനിമാ രംഗത്ത് പീഡനമില്ല എന്ന് പറഞ്ഞ ഈ നടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൈവന്നു. ഇതാണ് ഞാൻ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണം ചോദിക്കാം, അവർ പിന്നെ ദിലീപിൻ്റെ വിഷയത്തിൽ പിന്നെ ഇരയ്ക്ക് അനുകൂലമായിട്ടല്ലേ മൊഴി കൊടുത്തത് എന്ന്. ആണ്. അതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള നടൻ
ഒരു സമയത്ത് മലയാള സിനിമ പൂർണ്ണമായി ഭരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും അയാൾ ഭീഷണിയായിരുന്നു. സ്വാഭാവികമായും ഇവർ കൊടുക്കുന്ന മൊഴി ദിലീപിന് എതിരാണ്. ദിലീപ് സിനിമാ രംഗത്ത് ഒന്നും അല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ. അപ്പോൾ അതും അവർക്ക് ഗുണമാണ് എന്ന് പറയാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രമ്യ നമ്പീശൻ എന്ത് നഷ്ടപ്പെട്ടു, റീമ കല്ലിങ്ങിൽ എന്ത് നഷ്ടപ്പെട്ടു, പാർവതി തെരുവോത്തിന് എന്ത് നഷ്ടപ്പെട്ടു, അത് നമ്മൾ കണ്ടു. അതെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അതേസമയം മഞ്ജു വാര്യർ എന്തു നേടി, 2017 ശേഷവും അവരെന്തു നേടി എന്ന് നമ്മൾ കണ്ടു. എത്ര പണം ഉണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാൻ അവസാനമായി ഒന്നുകൂടി പറയുന്നു, മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കണ്ണീര് വിറ്റുകൊണ്ട് മലയാള സിനിമയിൽ ഇതുപോലുള്ള സ്ത്രീ പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിരലിലെണ്ണാവുന്ന പുരുഷ നരാധമന്മാർക്കൊപ്പം നിന്നതിൻ്റെ പാരിതോഷികമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഈ നടിക്ക് കിട്ടിയ കുറേ കോടികൾ. ആ കോടികൾ ചോര പുരണ്ട കോടികളാണ്. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരാണത് എന്ന് മഞ്ജു വാര്യർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.